ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ എപ്പിസോഡ് 2 കടക്കാം. അങ്ങനെ കൊച്ചു സാങ്ജി ദുവാനെ അവളുടെ സ്കൂളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ സ്കൂൾ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞിട്ടും അവൻ മാത്രം വന്നില്ല. അവൾ ഭയങ്കര സങ്കടത്തോടെ ഒരുപാട് നേരം അവനെ വെയിറ്റ് ചെയ്തു. പക്ഷേ ഒരു രക്ഷയുമില്ല. അങ്ങനെ അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് വീട്ടിലോട്ട് പോവുകയാണ്. പിറുപിറുത്തുകൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവൾ വീഴുകയും ചെയ്തു. പെട്ടെന്നാണ് അവളുടെ മുന്നിലോട്ട് ഒരു നിഴല് വരുന്നത്. അത് മറ്റാരുമല്ല ദുവാനാണ്. എന്നിട്ട് അവന് എത്താൻ ലേറ്റ് ആയതിന് അവളോട് സോറിയും പറയുന്നുണ്ട്. ഇനി ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് പ്രസന്റ് ടൈമിലോട്ട് തന്നെ വീണ്ടും വന്നു. ഇവിടെയും ഒരുപാട് നേരം നിന്നു. അതിൻ്റെ ഇടക്കാണ് ദുവാൻ അവളെ ഫോൺ ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കും, നീ എഴുന്നേറ്റോ എന്ന്. അത് കേട്ട് ഇവൾക്ക് നല്ല ദേഷ്യം വരും. പിന്നെ എഴുന്നേൽക്കാതെ ഞാൻ എത്ര നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? ഇനിയും എന്നെ ഇവിടെ നിർത്താനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരിക്കലും ഗേൾ ഫ്രണ്ടിനെ കിട്ടില്ല, നീ നോക്കിക്കോ എന്ന് പറഞ്ഞതും അവിടെയും പെട്ടെന്ന് അവൻ വരുന്നു. എന്നിട്ട് അവളോട് പറയും, ഇപ്പൊ ഞാൻ വന്നില്ലേ, നിനക്ക് ഞാൻ ഈ മിൽക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയി, അതാ കുറച്ച് ലേറ്റ് ആയത്. പിന്നെ നിന്റെ ശാപം എങ്ങാനും എന്നെ ഏറ്റാലുണ്ടല്ലോ, എനിക്ക് എങ്ങാനും ഗേൾ ഫ്രണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നീയാണ് അതിന് ഉത്തരവാദി. എന്നിട്ട് അവർ രണ്ടുപേരും എസ് എഴുതാൻ ഒരു സ്ഥലത്തോട്ട് പോയിരിക്കുന്നു. എന്നിട്ട് അവളോട് പറയും, നീ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, നിനക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കാം എന്നും പറഞ്ഞിട്ട് അവൻ അടുത്തുള്ള ഒരു കഫേയിൽ നിന്നും എന്തൊക്കെയോ ഇവൾക്ക് വേണ്ടി വാങ്ങിക്കുന്നുണ്ട്. വീണ്ടും ആ ഫ്ലാഷ് ബാക്കിലോട്ട് തന്നെ പോകുന്നു. അങ്ങനെ കൊച്ചു സാങ്സിയുടെ ബ്രദറായിട്ട് ദുവാന് വന്നിരിക്കുകയാണല്ലോ. എന്നിട്ട് മാത്സ് സാറിന്റെ അടുത്തോട്ട് പോവുകയാണ്. പോകുന്നതിന്റെ ഇടയ്ക്കൊക്കെ ഇവൾ അവന് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. സാർ എന്തൊക്കെ പറഞ്ഞാലും മിണ്ടാതിരുന്നാൽ മതി, എനിക്ക് അങ്ങനെ ചെയ്ത് ശീലമുള്ളതാണ്, അതുകൊണ്ട് പിന്നെ സാർ ഒന്നും പറയില്ല, പിന്നെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ സ്റ്റാഫ് റൂമിലെത്തി. എന്നിട്ട് സാങ്ജി പരിചയപ്പെടുത്തി കൊടുക്കും, ഇതെന്റെ ചേട്ടനാണെന്ന്. അതിൽ സാറ് ചോദിക്കും, എന്തുകൊണ്ട് ചേട്ടനെ? ഞാൻ പാരന്റ്സിനോടാണല്ലോ വരാൻ വേണ്ടി പറഞ്ഞത്. അതിൽ സാങ്ജി പെട്ടെന്നൊരു കള്ളമുണ്ടാക്കി പറയാൻ നിൽക്കുകയാണ്. എന്നാൽ ദുവാനാണെങ്കിലോ അതിലേറെ വലിയൊരു കള്ളം പറയും. സോറി, ഞങ്ങളുടെ പാരന്റ്സ് വർക്കിൽ ഭയങ്കര ബിസിയാണ്, അമ്മയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, അമ്മയ്ക്ക് പകരം എന്നോട് വരാൻ വേണ്ടിയിട്ട്. ഏതായാലും സാറ് അംഗീകരിച്ചു. എന്നിട്ട് ദുവാനെ മാത്രം മാറ്റിയിരുത്തിയിട്ട് അവനോട് പറയും, സത്യം പറഞ്ഞാൽ നിങ്ങളെ ഈ തിരക്കിന്റെ ഇടയിൽ വിളിപ്പിച്ചതിന് എനിക്ക് നല്ല വിഷമമുണ്ട്, പക്ഷെ എന്താ ചെയ്യാ, സാങ്ജി അവൾ ഒരു പ്രത്യേക ടൈപ്പാണ്. അക്കാദമിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല, അവൾ തന്നെയാണ് ക്ലാസ്സിലെ ടോപ്പ്. പറഞ്ഞിട്ട് എന്താ കാര്യം, ക്ലാസ്സിൽ തീരെ അനുസരണയില്ല. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ വേറെ ഏതെങ്കിലും ലോകത്തായിരിക്കും, എന്തെങ്കിലും പടം വരച്ചിരിക്കുകയോ അല്ലെങ്കിൽ പുറത്തോട്ട് നോക്കി നിൽക്കുകയോ. അവളെ ശാസിച്ച് മടുത്ത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്. എന്നാൽ അവരെന്താണ് ഈ സംസാരിക്കുന്നതെന്ന് അറിയാതെ ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് ഇവിടെ സാങ്ജി. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു പയ്യൻ സാങ്ജിന്റെ അടുത്തോട്ട് വന്നു. ആക്ച്വലി ഈ പയ്യനാണെങ്കിൽ കുറെ കാലമായി സാങ്ജിനെ വശപ്പെടുത്താൻ വേണ്ടി നോക്കുന്നു, പക്ഷേ ഇതുവരെ ഒത്തിട്ടില്ല. അവൻ വന്നിട്ട് ചോദിക്കും, അത് ശരിക്കും നിന്റെ ബ്രദറാണോ? അവൻ എന്തൊരു ഹൈറ്റാണ്, പിന്നെ നീ മാത്രം എന്താ ഇങ്ങനെ ചെറുതായി പോയത്? അത് കേട്ട് അവൾക്ക് നല്ല ദേഷ്യം വന്ന് അവനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഇവിടെ സാറാണെങ്കിലും ദുവാനെ നിർത്തി പൊരിക്കുകയാണല്ലോ. അവസാനം അവളോട് ഇങ്ങോട്ട് വരാൻ പറയും. എന്നിട്ട് ദുവാൻ അവളോട് പറയും, സാറ് പറഞ്ഞത് കേട്ടില്ലേ, നിനക്ക് തീരെ ക്ലാസ്സിൽ ശ്രദ്ധയില്ലെന്ന്, ഇനി മര്യാദക്ക് നല്ല കുട്ടിയായിട്ട് ഇരുന്നോണം. എന്നിട്ട് സാറിനോട്, ഇനി എങ്ങാനും ഇവളെ എന്തേലും ഒപ്പിച്ചു വെച്ചാൽ സാറേ ഒന്നും നോക്കണ്ട, നല്ലോണം പൊട്ടിച്ചേക്ക്, ഒരു കുഴപ്പമില്ല, ആരും കംപ്ലൈൻറ്റും പറഞ്ഞ് ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞ് പിന്നെ സാറും ദുവാനും ഒരു ടീമായി. ഇവളാകെ സ്റ്റക്കായിക്കൊണ്ട് നോക്കി നിൽക്കുകയാണ്. ആക്ച്വലി ഇവൾ ഇങ്ങനെയല്ല പഠിപ്പിച്ച് വിട്ടത് ദുവാനെ. ശേഷം അവളെ കൊണ്ട് സാറിനോട് സോറി വരെ പറയിപ്പിച്ചു. ഇനി മേലാൽ ഇത് ആവർത്തിക്കില്ലെന്ന് പ്രോമിസും ചെയ്യിപ്പിച്ചു. ഇനി പ്രസന്റ് ടൈം. ഇവിടെ സാങ്ജി എസ് എഴുതാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണല്ലോ. എന്നാൽ ഇവൾ എഴുതുമ്പോഴെല്ലാം അവനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവൾ ഒരു കാര്യം ചോദിക്കുന്നത്, അവന്റെ വീട് എവിടെയാണെന്ന്. അതാണെങ്കിലും ഒരുപാട് ദൂരെയാണ്. അതിൽ ഇവൾ ചോദിക്കും, അപ്പോൾ സമ്മർ വെക്കേഷനിൽ നിങ്ങൾ നാട്ടിലോട്ട് പോകുമോ? എന്നാൽ അവൻ ഇല്ലെന്ന് പറയുമ്പോൾ അതെന്താ? അത് കേട്ട് ഇവൻ പറയും, അതൊക്കെ നീ എന്തിനാ അറിയുന്നത്? പിന്നെ ഈ മിൽക്ക് നീ എന്താ ഇതുവരെ കുടിക്കാത്തത്? എനിക്ക് വേണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞതും അവൾ അത് വേഗം അവളുടെ ബാഗിൽ എടുത്തു വെക്കുന്നു. അങ്ങനെ എസ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് അവൻ തന്നെയാണ് സ്കൂളിലോട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അവളുടെ ബാഗിലോട്ട് ഒരു പേപ്പർ അവന് വെച്ചു കൊടുത്തിട്ട് പറയും, ഇന്നലെ നിന്റെ എസ് ബുക്ക് ഞാൻ നോക്കി, ആക്സിഡന്റലി നിന്റെ ബ്രദറിനെ പറ്റി എഴുതിയിരിക്കുന്ന ഒരു ലെറ്റർ കണ്ടു, ഞാൻ അത് മാറ്റി പകരം വേറൊന്ന് എഴുതിയതാണ്. അങ്ങനെ ഇവൾ ദുവാൻ കൊടുത്ത ആ പേപ്പർ വായിച്ചു കൊണ്ട് വരുമ്പോഴാണ് ഇവളുടെ ഫ്രണ്ട് വരുന്നത്. ഫ്രണ്ടിനെ കണ്ടതും ഇവൾ പെട്ടെന്ന് അത് മറച്ചു വെക്കും. ഫ്രണ്ട് ചോദിക്കും, നീ എന്താ എന്നെ ഒളിച്ചു വെക്കുന്നത്, ലവ് ലെറ്റർ വല്ലതുമാണോ എന്നും പറയുന്നു. അതിൻ്റെ ഇടക്കാണ് വേറെ കുറച്ച് ബോയ്സ് അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ ഒരു പ്രധാന ബോയ് ഉണ്ട്. ഇവൾ കൊച്ചു സാങ്സി ആയത് മുതൽ ഇവളുടെ പിന്നാലെ നടന്ന ആ ക്രഷ്, ഇവളുടെ കൂടെ ഇവളോടുള്ള ക്രഷും അവൻക്ക് വളർന്നിട്ടുണ്ട്. എന്നിട്ട് ക്ലാസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവളെ പിടിച്ചു വെച്ചിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാൻ നിൽക്കുമ്പോഴേക്കും ഇവള് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ എൻ്റെ മുന്നിൽ നിന്ന് കോപ്രായം കാണിക്കരുത്
കാണിക്കല്ലേ, ആരെങ്കിലും കണ്ടാൽ മോശമാണെന്നും പറഞ്ഞു പോകുന്നു. പക്ഷെ ഇവൻ പറയാൻ പോകുന്നത് അടുത്ത ആഴ്ച എൻ്റെ ബർത്ത്ഡേ ആണെന്നാ. പക്ഷെ അവളത് കേട്ടില്ല, അവൾ പോയി കഴിഞ്ഞു. എന്നാൽ പിന്നാലെ വന്ന ഫ്രണ്ട് പറയും, ശരിക്കും നിന്റെ ബർത്ത്ഡേ ആണോ? അവൾ ഹാപ്പിയായി. സാരമില്ല, നിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ ജാങ്സിയെ കൊണ്ട് വന്നോളാം, ആ കാര്യം ഞാൻ ഏറ്റു. അവനും ഹാപ്പിയായി. ഇനി ക്ലാസ്സിലെത്തിയ ജാങ്സി അവളുടെ ബാഗിലിട്ട ആ മിൽക്ക് എടുത്ത് പുറത്ത് വെക്കുന്നു. അത് കണ്ട് ഫ്രണ്ട്, മിൽക്കോ? മിൽക്കിന് എനിക്ക് അലർജിയല്ലേ, നീ ഇത് കുടിക്കാൻ പോവാണോ? എന്നാൽ അവൾ ഇത് ഞാൻ വെറുതെ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്തു വെച്ചതാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ബാഗിൽ തന്നെ ഇട്ടിട്ട് ക്ലാസ്സിലിരിക്കുന്നു. ഇനി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ജാങ്സി വീട്ടിലെത്തി. ഇതുവരെ ആ ലെറ്റർ അവൾക്ക് വായിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. എപ്പോഴും ഫ്രണ്ട്സ്. അതിൻ്റെ ഇടയ്ക്ക് ദുവാൻ കൊടുത്ത ആ മിൽക്ക് അവൾ ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എങ്ങാനും ചേട്ടനെടുത്ത് കുടിച്ചാലോ അതും പേടിച്ചിട്ട് അവൾ അവിടെ വെക്കാതെ നേരെ റൂമിലോട്ട് പോയി. എന്നിട്ട് അവൾ ആ ലെറ്റർ വായിക്കുന്നു. അതിൻ്റെ ഉള്ളടക്കം എന്തെന്ന് വെച്ചാൽ അവളും യാനും തമ്മിലുള്ള സാഹോദര്യ ബന്ധം എങ്ങനെ തന്നെ ആയിക്കോട്ടെ, അവൾക്ക് പുതിയൊരു ബ്രദർ ഉണ്ട്, അവളെ ഇഷ്ടപ്പെടുന്ന, അവളെ കെയർ ചെയ്യുന്ന നല്ലൊരു അടിപൊളി ബ്രദർ. അത് ദുവാനാണ് എന്ന രീതിയിൽ അവന് കുറച്ച് സാഹിത്യപരമായിട്ട് എഴുതിയിരിക്കുകയാണ്. എന്തായാലും അവൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി അതെല്ലാം വെച്ചിട്ട് അവൾ ഒരു പടം വരയ്ക്കുകയാണ്. അതിൻ്റെ ഇടക്കാണ് അമ്മ അങ്ങോട്ട് വരുന്നത്. എന്നാൽ അവളുടെ അടുത്ത് ഈ മിൽക്കിൻ്റെ ബോട്ടിൽ കണ്ടിട്ട് അമ്മ ആകെ പേടിച്ചിട്ട് പറയും, നീ ഇത് കുടിക്കണോ, നിനക്കിത് അലർജി അല്ലേ? എന്നിട്ട് അത് തട്ടിയെടുക്കാൻ നേരം അവൾ വേഗം പറയും, എനിക്കത് കുടിക്കാനല്ല, വേറൊരു ആവശ്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവൾ വാഷ്റൂമിൽ പോയിട്ട് അതിലെ മിൽക്ക് എല്ലാം കളഞ്ഞ് ആ ബോട്ടിൽ മാത്രം എടുക്കുകയാണ്. അതിൻ്റെ ഇടക്കാണ് അച്ഛനും അങ്ങോട്ട് വരുന്നത്. അതിൽ അവർ പറയുന്നു, അടുത്ത ആഴ്ച അച്ഛൻ്റെ കൊളീഗിൻ്റെ മകൻ്റെ കല്യാണമാണ്, ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണ്, നീയും വരണം. എന്നാൽ അവൾ വരുന്നില്ലെന്ന് പറയുമ്പോൾ, പിന്നെ നീ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണോ, നിന്റെ ചേട്ടനെ നിന്നെ ഏൽപ്പിക്കാൻ പറ്റുമോ? എന്നാൽ രണ്ടും കൂടെ അടി കൂടി തീർന്നിട്ടുണ്ടാകും. എന്നാൽ അവൾ വരില്ല, ഇവിടെ തന്നെ നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും, എന്നാൽ ഞാൻ അവനോട് പറയാം നല്ല രീതിയിൽ നിന്നെ നോക്കാൻ. അത് കേട്ടപ്പോൾ ഇവൾക്ക് സന്തോഷമായി. കാരണം അമ്മയെ അവൻക്ക് നല്ല പേടിയാണ്. ഇനി അങ്ങനെ അടുത്ത ആഴ്ചയായി അവരെല്ലാവരും കല്യാണത്തിന് പോയി. ഇവിടെ ഞാനാണെങ്കിൽ അവളെ നോക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ നിന്ന് വന്നിരിക്കുകയാണ്. എവിടെ തെരഞ്ഞിട്ടും അവളെ കാണുന്നില്ല. ഒരു നിമിഷം അവൻ ആകെ ഭയന്നു. ശേഷം അവളെ ഫോണിൽ വിളിക്കുമ്പോൾ ദാ ഹാളിൽ നിന്ന് തന്നെ അവളുടെ ഫോൺ റിങ് ചെയ്യുന്നു. നോക്കുമ്പോൾ അവൾ ഒരു സോഫയുടെ ഇടയിൽ കിടക്കുകയാണ്. അത് കണ്ട് അവന് ദേഷ്യപ്പെട്ടിട്ട് പറയും, ഞാൻ ഇത്രയും നേരം അലറി വിളിക്കുന്നത് നീ കണ്ടിട്ടെന്താ മിണ്ടാത്തത്? അതിൽ അവന് പറയും, ശരി എന്തേലും ആയിക്കോട്ടെ, പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് പുറത്ത്, അമ്മ പറഞ്ഞു നിനക്കും എന്തെങ്കിലും വാങ്ങിത്തരാൻ, വാ വേഗം ഇറങ്ങ്, നമുക്ക് പെട്ടെന്ന് പോകണം. അതിൽ അവൾ പറയും, എനിക്കൊരു മൂഡുമില്ല ഇപ്പോൾ പുറത്ത് പോവാൻ, ഞാനെങ്ങും വരുന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാം. അവൾ വരില്ലെന്ന് വാശി പറയുന്നു. അതിൽ ഇവൻ ആകെ ഇറിറ്റേറ്റ് ആയി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഒരു കോൾ വരുന്നത്. എടാ നീ ഇത്ര പെട്ടെന്ന് ഇറങ്ങിയോ എന്ന് ചോദിച്ചിട്ട് അതിൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി, അപ്പോൾ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ചിലപ്പോൾ ദുവാനായിരിക്കും ആ ഇറങ്ങിയെന്ന് പറയുന്നത്. പെട്ടെന്ന് അവളുടെ മൂഡ് മാറി അവളും വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ചേട്ടൻ പറയും, ഞാൻ ഇത്ര നേരം നിന്നെ വിളിച്ചില്ലേ, നിനക്ക് വരാൻ പറ്റിയില്ലല്ലോ, ഇനി നീ അവിടെ തന്നെ നിന്നാൽ മതി, ഇനി നീ വന്നാലാണ് എൻ്റെ സ്വഭാവം മാറുക എന്നും പറഞ്ഞുകൊണ്ട് അവളെ മൈൻഡ് ചെയ്യാതെ പോകാൻ നേരം ഇവൾ വേഗം അച്ഛൻക്ക് വിളിക്കുന്നത് പോലെ ആക്ട് ചെയ്യും. അവൻക്കറിയാം അത് ആക്ടിങ് ആണെന്ന്. അത് നടക്കില്ലെന്ന് കണ്ടപ്പോൾ ഇവൾ വേഗം അമ്മക്ക് വിളിക്കുന്നത് പോലെ ആക്ട് ചെയ്യും. എന്നാൽ അവൻ അതും മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ ഇവൾക്ക് അറിയാൻ തുടങ്ങിയതും പിന്നെ അവൻക്ക് ഇതൊന്നും കണ്ടുകൊണ്ട് പോകാൻ വയ്യ. എന്തായാലും പറ്റിയാൽ അമ്മ ഇവൻ്റെ നേരക്കാവുമല്ലോ വരിക. അങ്ങനെ നേരെ വന്നിട്ട് പറയും, എന്നാൽ വേഗം റെഡിയാകും. ഇനി കാറിലുള്ള ഒരു സീനാണ് കാണിക്കുന്നത്. കാരണം അവൾ വിചാരിച്ചിരിക്കുന്നത് ദുവാനാണ് ആ വിളിച്ചിരിക്കുന്നതെന്നല്ലേ. പക്ഷേ അവനല്ല, ഈ ഫേ എന്ന തടിയനാണ്. ഇവളെ മുഖം കണ്ടിട്ട് ഈ ഫേ ചോദിക്കും ചെയ്യും, എന്താ നിനക്ക് എന്നെ കണ്ടിട്ടൊരു സന്തോഷമില്ലാത്തത്? പക്ഷെ അവളുടെ ആ സങ്കടം കുറച്ച് സമയത്തേക്കേ ഉണ്ടായിട്ടുള്ളൂ. ഇവരടുത്തതായി പിക്ക് ചെയ്യാൻ പോകുന്നത് ദുവാനെയാണ്. അവനാണെങ്കിലോ ഇവരെ കാത്തു നിന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ അവന് നേരെ കാറിൽ കയറി അവിടെ കിടന്ന് ഉറങ്ങാണ്. അതിൻ്റെ ഇടയ്ക്കെല്ലാം ജാങ്സി അവനെ ഇടക്കണ്ണിട്ട് നോക്കുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് അവൻ ഇവളോട് ചോദിക്കും, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ഈ കാറിൽ കയറി അപ്പം മുതൽ ശ്രദ്ധിക്കുന്നതാണ്, ഞാൻ എന്താ അത്രയ്ക്ക് സുന്ദരനാണോ? അത് കേട്ട് ഇവൾ ആകെ ഒന്ന് ഞെട്ടിപ്പോയി. എന്നിട്ട് ഞാൻ അതുകൊണ്ടല്ലെന്നൊക്കെ പറയാൻ നോക്കുമ്പോഴേക്കും ഇവൻ പറയും, വെറുതെ അല്ല നിന്റെ മുഖം ഇങ്ങനെ ചുവന്ന് തുടുത്തിട്ടുള്ളത്. അതൊക്കെ കേട്ട് ഞാനും ആകെ ഒന്ന് ഞെട്ടിയിട്ട് പറയും, എടി ഇവൻ നീ വിചാരിക്കുന്നത് പോലെയല്ലട്ടാ, അത്ര നല്ലവനൊന്നും അല്ല. അതിൽ ഇവളും പറയും, അതെനിക്കും അറിയാം ഇവൻ നല്ലവനല്ലെന്ന്. അത് കേട്ട് ദുവാൻ, നീ പറയുന്നത് ഞാൻ നല്ലവനല്ലെന്നാ, എനിക്കെന്താ ഒരു കുഴപ്പം എന്നും പറഞ്ഞുകൊണ്ട് അവൻ സീറ്റിന്റെ ഒരു സൈഡിലോട്ട് ഇരിക്കുന്നു. അവന്റെ ആ ഇരുത്തം ഇവൾക്ക് നല്ല ഉപകാരമായി. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ഇവനെ കാണാൻ. അവൾ കാറിന്റെ സൈഡ് മിററിലൂടെ അവനെയും നോക്കിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ റെസ്റ്റോറൻ്റ് എത്തി. ഞാൻ എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞിട്ട് കാറ് പാർക്ക് ചെയ്യാൻ പോവുകയാണ്. അതിൽ ജാങ്സി അവനോട് സീക്രട്ടായിട്ട് പറയും, ഞാനും നിന്റെ കൂടെ വന്നോട്ടെ, എനിക്കൊരു ആവശ്യമുണ്ട്. എന്നാൽ ഞാൻ അവൾ എന്താണ് പറയുന്നതെന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ അവളെ ചവിട്ടി ഇറക്കുന്നു. അങ്ങനെ കാറിന്റെ പുറത്തിറങ്ങി അവൾ ആകെ എന്തോ പരിഭ്രാന്തിയിലാണ്. അവളെ മുഖം കണ്ടിട്ട് ദുവാൻ അവളുടെ അടുത്തോട്ട് വന്നിട്ട്, എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിൽ അവൾ പറയും, എനിക്ക് പെട്ടെന്ന് ടോയ്ലറ്റിലോട്ട് പോകണം.
ദുവാനും വരാ അവളുടെ കൂടെ എന്ന് പറയുമ്പോൾ അവൾ തനിയെ പോയിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഇവന് ശ്രദ്ധിക്കുന്നത് ഇവൾക്ക് പീരിയഡ്സ് ആയിട്ട് അതിൻ്റെ കറയെല്ലാം അവളുടെ ഡ്രസ്സിൽ പറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് കാര്യവും ഇവനക്ക് മനസ്സിലാകുന്നത്. അതിൽ പിന്നെ അവളെ ഇവൻ കവർ ചെയ്ത് നടക്കുകയാണ്. എന്നിട്ട് വാഷ്റൂമിലോട്ട് കയറാൻ നേരം അവളോട് ചോദിക്കും, നിന്റെ ബാഗിൽ അതിനുള്ള സാധനമുണ്ടോ എന്ന്. ഇവൻ എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാകാതെ അവളൊന്ന് സ്റ്റക്കാകും. അതിൽ പിന്നെ ഇവളുടെ അടുത്തില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ദുവാന് പാഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലോട്ട് പോവുകയാണ്. എന്നാൽ ഇതേ സമയം ഇവിടെ ജാങ്സി വാഷ്റൂമിൽ നിൽക്കുമ്പോഴാണ് അവളുടെ സ്കേർട്ടിൽ പറ്റിയ കറ അവൾ തന്നെ കാണുന്നത്. അപ്പോഴാണ് അവൾ ചിന്തിച്ചത്, മേ ബി ദുവാന് ഇത് കണ്ടിട്ടുണ്ടായിരിക്കാം. ഇനി അതേ സമയം ദുവാൻ ഇവിടെ ഷോപ്പിലാണല്ലോ. എന്നിട്ട് അവളുടെ ബ്രദർ യാനി വിളിക്കുന്നു. അവനാണെങ്കിൽ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യുന്ന തിരക്കില്ല. എന്നിട്ട് എടുത്ത പാടെ പറയും, നിങ്ങൾ ഇത് എവിടെ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു, ഞങ്ങൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടോ. അതിൽ ഇവന് പറയും, ജാൻസിക്ക് സുഖമില്ല, നീ ഇങ്ങോട്ട് താഴോട്ട് വന്നേ, അവൾക്കൊരു സാധനം വാങ്ങിച്ചു കൊടുക്കാനുണ്ട്. അതിൽ അവൻക്ക് കാര്യം മനസ്സിലായിട്ട് പറയും, ഓ ഏതായാലും ഞാൻ ഇവിടെ എത്തിയില്ലേ, നീ വാങ്ങിച്ചു കൊടുക്ക്. അതിൽ ദുവാന്, അവൾ എൻ്റെ സിസ്റ്ററാണോ നിന്റെ സിസ്റ്ററാണോ, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാൻ നല്ലത്, ഞാൻ ഇവിടെ ഓൾറെഡി ഷോപ്പിൽ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മനസ്സില്ല മനസ്സോട് അങ്ങോട്ട് വരുന്നു. പക്ഷേ അവർക്ക് എടുക്കാനൊന്നും അറിയില്ല. പോരാത്തതിന് നല്ല ഷെയിമും. അവരാരും കാണാതെ എങ്ങനെയൊക്കെയോ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നു. പക്ഷേ ഞാൻ എടുത്ത സൈസ് വളരെ വലുതാണ്. ദുവാന് മനസ്സിലായി അവൾ കൊച്ചു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ചെറിയ സൈസ് ആയിരിക്കും. ദുവാന് അവൻ എടുത്തത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ബില്ല് ചെയ്യാൻ നേരം ദുവാൻ ഒരു കാര്യം കൂടി ആലോചിക്കുന്നു. അവളുടെ സ്കേർട്ടിലും കറ പറ്റിയിട്ടുണ്ടല്ലോ, അപ്പൊ പകരം വേറൊരു സ്കേർട്ട് വേണം. ഇനി ഇവിടെ ജാങ്സി ആണെങ്കിലോ ദുവാൻ അതെല്ലാം കണ്ട ഷെയിമില് അങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടക്കാണ് ഒരു പെണ്ണ് വന്നിട്ട് ഇവളെ തട്ടി വിളിക്കുന്നത്. ആക്ച്വലി അവരെ ഏൽപ്പിച്ചതാണ് ഈ പെണ്ണിനെ ഈ സാധനങ്ങളെല്ലാം ഇവളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജാങ്സി അതെല്ലാം ക്ലിയർ ചെയ്ത് പുറത്തോട്ട് വരുന്നു. അവളുടെ മുഖത്തെ സങ്കടം അപ്പോഴും പോയിട്ടില്ല. അതിൽ യാനി ചോദിക്കും, ഇനി എന്താ നിന്റെ പ്രശ്നം? ഇനി എനിക്ക് അവരെ എല്ലാം ഫേസ് ചെയ്യാൻ ഭയങ്കര ഷെയിം, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അതിൽ ചേട്ടൻ പറയും, നീ എന്തൊക്കെയായി പറയുന്നത്, അതൊക്കെ നോർമലല്ലേ, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് അവളെ വലിച്ചു കൊണ്ടുപോകുന്നു. എന്നാൽ ഇവിടെ ദുവാനാണെങ്കിലോ അവൾ വിചാരിച്ചതുപോലെ അങ്ങനത്തെ ഒരു സംഭവമേ അവൻ്റെ മുഖത്തില്ല. പോരാത്തതിന് അവളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുമുണ്ട്. അവൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും അവളുടെ ഫുഡിൽ നിന്നും മീറ്റ് പോർഷൻസ് എല്ലാം എടുത്ത് ഒഴിവാക്കിയിട്ടും അങ്ങനെയെല്ലാം. അവൻ്റെ ഈ അപ്രോച്ച് കണ്ടിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷവുമായി. ആ ഒരു സീനോട് കൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് ഇവരുടെ ഇടയിൽ നടക്കുന്നതെന്ന് അടുത്തടുത്ത എപ്പിസോഡിലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.